യുഡിഎഫിന്റെ മുന്നേറ്റം ഭയന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിപിഎം ബിജെപി ഡീൽ ഉണ്ടാക്കുന്നതെന്ന് യുഡിഎഫ് മേയർ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. ഈ കാര്യം ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ തന്നെ വെളിപ്പെടുത്തി. തന്റെ പേര് പുറത്തു പറയുമെന്ന് ഭയന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ N വാസുവിനെ ന്യായീകരിച്ചത്. വിശദമായ വികസന രേഖയുമായിട്ടാണ് യുഡിഎഫ് മത്സരത്തിനിറങ്ങുന്നതെന്നും ശബരിനാഥൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ഉം BJP-യും തമ്മിൽ ധാരണയാണ് അല്ലെങ്കിൽ ഡീലാണ് എന്ന ആരോപണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിലൂടെ ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ആനി അശോകൻ വ്യക്തമാക്കിയത്. ആ വിഷയത്തിൽ ഇപ്പോൾ UDF-ന്റെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥൻ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയ ആരോപണമാണ് ഒരു LDF-ൽ നിന്നുള്ള പ്രത്യേകിച്ച് ഒരു ലോക്കൽ കമ്മിറ്റി അംഗം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ നീട്ടുന്നൊരു കാര്യം LDF BJP തമ്മിൽ ഡീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ പുറത്തുവിട്ട വാർത്തയിലൂടെ അവിടെ ശ്രീകാര്യം ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ശാസ്ത്രമംഗലത്തിനടുത്തുള്ള പാങ്ങോട് വാർഡിൽ അവിടെ CPIയുടെ LDF കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ആൾ കഴിഞ്ഞ മാസം നടന്ന RSSന്റെ 100-ാം വർഷം റൂട്ട് മാർച്ചിൽ പങ്കെടുത്ത ആളാണ്. അദ്ദേഹം RSSന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വൈറലാണ്. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കാണ്. ആ ഫോട്ടോ പോലും മാറ്റാതെയാണ് ഈ RSSകാരനായിട്ടുള്ള വ്യക്തി CPI എന്ന് പറഞ്ഞ് LDF എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്നത്. അദ്ദേഹത്തോട് ബൈറ്റ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ RSSകാരനാണ് LDF കാരനുമാണെന്ന്. ഘട്ടത്തിൽ വലിയ ആരോപണം ഉയരുന്നത് കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു സ്വഭാവമുണ്ട്. ആരോപണം വരുമ്പോൾ അദ്ദേഹം വളരെ നല്ല കുട്ടിയാവും. ഇപ്പം തന്നെ അദ്ദേഹം വാസുവിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടില്ലേ, വാസുവിനെ പോലെ നല്ലൊരാളില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞേ പറ്റൂ. കാരണം ഇന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ശ്രീ വാസുവിനെ കുറിച്ച് നല്ല കാര്യം പറഞ്ഞില്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ ശ്രീ വാസു പറയും. ഇതെന്തൊക്കെയായിരിക്കും UDF ഇവിടെ ചർച്ചയാക്കാൻ ശ്രമിക്കുക? നമ്മളിന്ന് കുറ്റപത്രം സമർപ്പിച്ചു. ഈ കോർപ്പറേഷൻ്റെ എല്ലാ തെറ്റുകൾ ലിസ്റ്റ് ചെയ്ത കുറ്റപത്രം കൊടുത്തു. ഇനിയും നമ്മൾ ഒരു പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റോയിലേക്ക് വരും. ജോയിയുടെ മരണം പോലത്തെ മരണങ്ങൾ ഇവിടുത്തെ എന്താ പറയുക ഡ്രെയിനേജിനകത്ത് നടക്കാതിരിക്കുന്നൊരു തിരുവനന്തപുരം, ഇവിടെ പ്ലാൻ ഫണ്ട് പൂർണ്ണമായി ഉപയോഗിക്കുന്ന തിരുവനന്തപുരം, ഇവിടെ വയോജനങ്ങൾക്കുള്ള ഫണ്ട് കിട്ടുന്ന ഒരു തിരുവനന്തപുരമാകും, ഇവിടെ SC/ST ഫണ്ട് വെട്ടിക്കാത്ത ഒരു നഗരസഭയായിരിക്കും. അതോടൊപ്പം ഭാവിയിൽ നമ്മുടെ കുട്ടികൾ ജീവിക്കാനും ഭാവിയിൽ ഒരു ഇൻ്റർനാഷണൽ സിറ്റിയായി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ള ഒരു ശ്രമമാണെന്ന് മനസ്സിലുള്ളത്. മറ്റൊരു മോഡലും, ഒരു സിംഗപ്പൂർ മോഡലോ ഒരു ബാംഗ്ലൂർ മോഡലോ തിരുവനന്തപുരം നോക്കേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരത്തിന് UDFന്റെ തന്നെ ഭാവിയിലേക്കുള്ള തിരുവനന്തപുരം മോഡൽ ഇവിടെ UDF പ്രവർത്തിച്ച് കാണിക്കും. ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF മേയർ സ്ഥാനാർത്ഥിയും UDF ക്യാമ്പും. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.